മക്കളെ, കീമിൽ നമ്മുടെ ഈ വർഷത്തെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കീമിൽ നിങ്ങൾ ആ 2026 സൈറ്റിൽ കയറിയാൽ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടുന്ന് റാങ്ക് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ PDF ആയി കിട്ടും. നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറിയാലും കിട്ടും. അപ്പോൾ ടോട്ടൽ PDF ഇവിടെയുണ്ട്. ഞാൻ ആ PDF ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് റാങ്ക് ലിസ്റ്റ്, കേരള സ്റ്റേറ്റ് മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് 2026 പ്രൊവിഷണൽ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നീറ്റ് റാങ്ക്, സ്റ്റേറ്റ് റാങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നീറ്റ് റാങ്ക് 69 കിട്ടിയ കുട്ടിക്ക് സ്റ്റേറ്റ് റാങ്ക് 1 ആണ്, 169ൽ 3 ആണ്. ഇവിടെ ഇങ്ങോട്ടാണ് ഫസ്റ്റ് റാങ്ക്, ഇവിടെ സെക്കൻഡ് റാങ്ക് 692, തേർഡ് റാങ്ക് ഇവിടെ, ഫോർത്ത് റാങ്ക്, ഫിഫ്ത്ത് റാങ്ക്, സിക്സ്ത് റാങ്ക് ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് താഴേക്ക് നോക്കിയാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, നീറ്റ് സ്കോർ, നീറ്റ് റാങ്ക്, സ്റ്റേറ്റ് റാങ്ക് ഇങ്ങനെ ഈ കോളത്തിൽ ഇങ്ങനെ നോക്കിയാൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് നോക്കി അങ്ങനെ മനസ്സിലാക്കാം. ഇനി ഈ കൊടുത്തിരിക്കുന്നതെല്ലാം സ്റ്റേറ്റ് റാങ്ക് ആണ്, കാറ്റഗറി റാങ്ക് അല്ല. കാറ്റഗറി റാങ്ക് പിന്നാലെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ലിസ്റ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഈ ലിസ്റ്റ് ഗ്രൂപ്പിൽ വിട്ടിരുന്നു. നിങ്ങൾക്കല്ലാതെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്നും സൈറ്റിൽ നോക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഈ റാങ്ക് വന്നതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ റാങ്കിന് ഏത് കോഴ്സ് കിട്ടും അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സ് കിട്ടാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ളതാണ്. ഇത് ഞാൻ ജസ്റ്റ് ആ ലാസ്റ്റ് റാങ്കിൻ്റെ ഡീറ്റെയിൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. അതെങ്ങനെയാണ് നോക്കുന്നതെന്ന് കൂടി ഓർമ്മിപ്പിക്കാം. നിങ്ങൾ കീമിൻ്റെ സൈറ്റിൽ കയറിയാൽ ഇതുപോലെ ce.kerala.gov. എന്നുള്ള സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് 2025 ലിങ്കുമുണ്ട്, 26 ലിങ്കുമുണ്ട്. നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്യുന്നതെല്ലാം 26-ലാണ്. നിങ്ങൾ ജസ്റ്റ് ആ 25 ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. 25 ക്ലിക്ക് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഈ സൈറ്റിലേക്ക് കയറി 25 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പേജിലേക്ക് വരും. ഈ പേജിൽ നോക്കിയാൽ നിങ്ങൾക്കിവിടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ കിട്ടും. ഈ ലാസ്റ്റ് റാങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ മെഡിക്കൽ റാങ്ക്, ആർക്കിടെക്ചർ കുറേ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നിങ്ങളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മെഡിക്കൽ റാങ്ക് ഉണ്ടാവും, അതേപോലെ ആയുഷ് അല്ലെങ്കിൽ അലൈഡ് റാങ്ക് ഉണ്ടാവും, ബിഫാം, എഞ്ചിനീയറിങ് ഇതൊക്കെ ഉണ്ടാവും. ഇത് ഈ മെഡിക്കൽ റാങ്കിൽ തേർഡ് ഫേസിൽ, അതായത് അവസാന ഫേസിൽ, നോർമലി പറഞ്ഞാൽ യൂഷ്വൽ റാങ്ക്, ഇത് സ്പോട്ട് വന്നിട്ടില്ല, സ്പോട്ട് റൗണ്ട് വരാതെ തേർഡ് ഫേസ് കൊണ്ട് കേട്ടുള്ളതാണ്. ഇപ്പോൾ ഈ തേർഡ് ഫേസിൽ നടന്ന അലോട്ട്മെൻറ്റ് റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ ഏകദേശം നമുക്ക് എവിടെ കിട്ടുമെന്നൊക്കെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. അവിടെ വരെ പോകണമെന്ന് നിർബന്ധമില്ല. എന്നാലും ഇതാണ് ആ ലിസ്റ്റ്. നോക്കുക, ലാസ്റ്റ് റാങ്ക് ടേബിളാണ് ആഫ്റ്റർ തേർഡ് ഫേസ്. തേർഡ് ഫേസ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ. ഇതിലിപ്പോൾ നിങ്ങൾ MBBSൻ്റെ നോക്കാം. ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റ് പോയിരിക്കുന്നത് 857 വരെയാണ്. സ്പോട്ടിൽ ഇതിന് ശേഷവും കയറിയിട്ടുണ്ട്. അപ്പോൾ സ്പോട്ട് ജസ്റ്റ് ഒരു ബൈ ലക്കാണ് അല്ലെങ്കിൽ ബൈ ചാൻസ് ആണ്. നോർമലി നടക്കുന്ന ഇത് നോക്കിയാൽ മതി. എറണാകുളത്ത് 904 വരെ പോയിട്ടുണ്ട്. ഇടുക്കിയിൽ സ്റ്റേറ്റ് റാങ്കിൻ്റെ ഇത് കാണിച്ചിട്ടില്ല. then കോഴിക്കോട് പോയിരിക്കുന്നത് 234 ഇവിടെ തേർഡ് ഫേസിൽ നടക്കാത്തതുകൊണ്ടാണ്. പിന്നെ അതേപോലെ 852 കൊല്ലത്ത് പോയിരിക്കുന്നത്. ഇവിടെ കണ്ണൂർ 902 പോയിട്ടുണ്ട്. പിന്നെയുള്ളത് കോട്ടയത്ത് 594. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് റാങ്ക് കാണാം. ഇനി അതിൽ ഈഴവ കാറ്റഗറി ആണെങ്കിൽ ഈ റാങ്കുകളാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ റാങ്കൊക്കെ ഈഴവ റാങ്ക് അല്ല, ഇതൊക്കെ സ്റ്റേറ്റ് റാങ്കാണ്. അതുപോലെ മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ അവർ പോയിരിക്കുന്ന ലാസ്റ്റ് റാങ്ക്. ഈ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ബാക്ക്വേർഡ് ഹിന്ദു ആണെങ്കിൽ ഈ റാങ്ക് ഇങ്ങനെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇപ്പോൾ കാസർഗോഡാണ് ഓൾമോസ്റ്റ് ഏറ്റവും കുറഞ്ഞ BH ബാക്ക്വേർഡ് ഹിന്ദു കയറിയിരിക്കുന്നത് 2916. ഇപ്പോൾ ഇവിടെ വരെയൊന്നും കയറണമെന്ന് നിർബന്ധമില്ല. ഈ 2916 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കാണിച്ച സ്റ്റേറ്റ് റാങ്കാണ്, കാറ്റഗറി റാങ്ക് അല്ല. ഈ കാണിച്ചിരിക്കുന്ന ഒക്കെ സ്റ്റേറ്റ് റാങ്കാണ്. ഓക്കെ, അപ്പോൾ ഓരോ കാറ്റഗറിയും ലാറ്റിൻ ആയിക്കോട്ടെ, ധീവര കാറ്റഗറി, വിശ്വകർമ്മ, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, അല്ലെങ്കിൽ കുശവൻ കാറ്റഗറി, കുടുംബി കാറ്റഗറി, SC, ST, EWS ഒക്കെ ഏത് റാങ്ക് വരെ കയറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. അവിടെ ഇങ്ങോട്ട് പോയാൽ അപ്പോൾ സാധാരണഗതിയിൽ ഒരു സേഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 902, 1000-നുള്ളിൽ 902, 904 കൊണ്ട് ഇവിടെ തേർഡ് റൗണ്ട് കഴിഞ്ഞു എന്ന് പറയാം. ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ഏകദേശം 1000-നുള്ളിൽ തന്നെ സ്റ്റേറ്റ് റാങ്ക് കൊണ്ട് ജനറൽ കഴിഞ്ഞു എന്ന് പറയാം. ഇനി അതേപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ ഇങ്ങനെ ഇതേപോലെ തന്നെ കാണാം. സെയിം സ്റ്റേറ്റ് റാങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഏകദേശം 10678 വരെ അല്ലസർ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ലിസ്റ്റ് ഫുള്ള് ഞാൻ വായിക്കുന്നില്ല. ഈ ലിസ്റ്റ് ഇതേപോലെ ഇതെങ്ങനെ എടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനിത് കമ്മ്യൂണിറ്റിയിൽ ഈ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ റാങ്ക് അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്തേക്കാം. ഇത് MBBS BDS മാത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ BDSൻ്റേതും ഉണ്ട് കേട്ടോ. അപ്പോൾ BDSൻ്റെ ഗവൺമെൻറ് ഇതിൻ്റെ താഴേക്ക് വന്നാൽ കാണാം ആലപ്പുഴയിൽ 3774 വരെ പോയിട്ടുണ്ട്. കോഴിക്കോട് 2771 വരെ സ്റ്റേറ്റ് ജനറൽ പോയിട്ടുണ്ട്. കണ്ണൂർ 3801 വരെ, 3605 വരെ കോട്ടയത്ത്, 3464 വരെ തൃശ്ശൂർ, 3242 വരെ തിരുവനന്തപുരത്ത്. ഏകദേശം ഒരു 3800 റേഞ്ചിനുള്ളിൽ അത് നിന്നു എന്ന് പറയാം. പിന്നെ അവിടെ അങ്ങോട്ട് ഈഴവ കാറ്റഗറിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ താന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ. ഇതുപോലെ സെൽഫിൻ്റെ ഇത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇത് നോക്കി കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി കൊടുക്കാം. ഈ പ്രയോറിറ്റി ലിസ്റ്റ് ഓൾറെഡി ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് ഗവൺമെൻറ്റിൻ്റെയും സെൽഫിൻ്റെയും പ്രയോറിറ്റി പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ കൂടെ തന്നെ ഓഡിയോ പറഞ്ഞിരുന്നു. ഈ പ്രയോറിറ്റി നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഈ ലിസ്റ്റ് പ്രകാരം മാത്രമല്ല. ഇപ്പോൾ നിങ്ങളുടെ സ്വദേശം തിരുവനന്തപുരം അടുത്താണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ 1 തിരുവനന്തപുരം ആക്കാം. നിങ്ങൾ കോഴിക്കോട് മേഖലയിലാണെങ്കിൽ കോഴിക്കോട് ആക്കാം.
ഇനി ഈവൻ നിങ്ങളിപ്പോൾ എറണാകുളംകാരാണെങ്കിൽ എറണാകുളവും വയ്ക്കാം, അതിൽ പ്രശ്നമില്ല. അപ്പോൾ നിങ്ങളുടെ സൗകര്യങ്ങളാണ് നിങ്ങളുടെ പ്രയോറിറ്റി, അല്ലാതെ കോളേജിൻ്റെ റാങ്കിങ് മാത്രം നോക്കണ്ട. നിങ്ങൾക്ക് ബാക്കി സൗകര്യങ്ങളൊക്കെ നോക്കാം. വീടിനടുത്തായിക്കോട്ടെ, അല്ലെങ്കിൽ അക്കാഡമിക്സ് നോക്കാം, കോളേജിൻ്റെ റാങ്കിങ് നോക്കാം. പലർക്കും പല ഓപ്ഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പല പാരാമീറ്ററിലായിരിക്കും കോളേജിനെ അളക്കുക. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കൊടുത്താൽ മതി. അതേപോലെ ഓൾ ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓൾ ഇന്ത്യയുടെ റൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടിയാൽ ഫ്രീ എക്സിറ്റിന് സാധ്യതയുണ്ട്. അത് ചെയ്യാം, നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെടാതെ പുറത്തേക്ക് വരാം. അപ്പോൾ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്രീ എക്സിറ്റ് എടുക്കാം. സ്റ്റേറ്റിൽ കുറച്ചുകൂടി മോശം, അല്ലെങ്കിൽ മോശമെന്നല്ല, കുറച്ച് താഴേക്കുള്ള റാങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾ ഇന്ത്യ ആയിരിക്കും കുറച്ച് സേഫായി വരിക. അപ്പോൾ ഓൾ ഇന്ത്യയുടെ സീറ്റ് എടുത്ത് ഹോൾഡ് ചെയ്യുക. അങ്ങനെ ഈ റാങ്ക് വെച്ചിട്ട് വേണം നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ പ്രയോറിറ്റിയും പറഞ്ഞു. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സൈറ്റ് ശ്രദ്ധിച്ചാൽ കാണാം. നേരത്തെ പറഞ്ഞ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ബാക്കി കോഴ്സുകളും കാണാം. ഈ മെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് കോഴ്സസിൻ്റെ ഇതും ലാസ്റ്റ് റാങ്ക് കാണാം. അപ്പോൾ ഇതും നിങ്ങൾക്ക് നോക്കി വയ്ക്കാം, കാരണം ഇതും നീറ്റ് റാങ്കിൻ്റെ ബേസിലാണ്. അലൈഡിൻ്റെ റാങ്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ BSc അഗ്രികൾച്ചർ, അപ്പോൾ ട്രിവാൻഡ്രം കോളേജിൽ എത്ര വരെ പോയിട്ടുണ്ടോ നോക്കാം. അതേപോലെ തൃശ്ശൂർ കോളേജ്, അതേപോലെ കാസർഗോഡ് കോളേജ്, വയനാട് കോളേജ്. ഇപ്പോൾ 4 കോളേജിലാണ് അഗ്രികൾച്ചർ ഉള്ളത്. 4ലും കയറിയിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ കാറ്റഗറി വൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ ഫിഷറീസ് നോക്കിയാൽ 2 കോളേജാണുള്ളത്. ഒന്ന് പനങ്ങാടും, രണ്ടാമത്തേത് കണ്ണൂരും പയ്യന്നൂരും. അതേപോലെ തന്നെ രണ്ടാമത്തെ വെറ്റിനറി നോക്കുക. വെറ്റിനറി ആണെങ്കിൽ തൃശ്ശൂരുണ്ട്, വയനാടുണ്ട് ഗവൺമെൻറ് കോളേജിലേത്. ആയുർവേദം നോക്കുക. ആയുർവേദത്തിൽ ഏകദേശം 5ഓളം ഗവൺമെൻറ് കോളേജാണുള്ളത്. 5 കോളേജിൽ പരിയാരം, കോട്ടയ്ക്കൽ, ഉല്ലൂർ, തൃപ്പൂണിത്തുറ, തിരുവനന്തപുരം. ഗവൺമെൻറ്റും എയ്ഡഡുമായിട്ട് ഇത്രയും കോളേജാണ്. അവിടുത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ നോക്കിയാൽ കാണാം. അതേപോലെ കോർപ്പറേഷൻ ബാങ്കിങ്ങിൽ ഇതേപോലെ ഗവൺമെൻറ് കോളേജിൽ തൃശ്ശൂർ കയറിയിരിക്കുന്ന ലാസ്റ്റ് റാങ്ക്. ഇനി ഹോമിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 ഗവൺമെൻറ് കോളേജാണ്. എറണാകുളം, കോഴിക്കോട്, കോട്ടയം, നേമം, തിരുവനന്തപുരം. ഇതിലും എയ്ഡഡും ഗവൺമെൻറ് ഉൾപ്പെടെ 5 കോളേജ്. ഇനി ബിടെക് ബയോടെക്നോളജി തിരുവനന്തപുരത്ത്, അതിലെ ഗവൺമെൻറ് സീറ്റ് കാണാം. അതേപോലെ തന്നെ തൃശ്ശൂരുള്ള ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, അത് കാണാം. അതേപോലെ ഫോറസ്റ്റിയുടെ ലാസ്റ്റ് റാങ്ക് സിദ്ധ സെൽഫ് ഫിനാൻസിങ് മാത്രമേ ഉള്ളൂ. അതേപോലെ യുനാനിയും സെൽഫ് ഫിനാൻസിങ്ങേ ഉള്ളൂ. ഇതുകൂടാതെ ഈ വർഷം പുതിയതായിട്ട് ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ വന്നിട്ടുണ്ട്. 2 കോഴ്സ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഇൻ്റഗ്രേറ്റഡ് കോഴ്സും വന്നിട്ടുണ്ട്. അതേപോലെ രണ്ടാമതൊരു കോഴ്സ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കോഴ്സ്, ഇത്രയും കോഴ്സുകൾ കൂടാതെ 2 കോഴ്സ് പുതിയതായിട്ട് ആഡ് ചെയ്തും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കോഴ്സുകൾക്കാണ് അലോട്ട്മെൻറ്റ് നടക്കുക. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ കിട്ടാത്തത് ഈ വർഷമാണ് പുതിയതായിട്ട് അത് വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഹോർട്ടിക്കൾച്ചർ കോഴ്സുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സുകളും ചേർത്താണ് ഇനി അടുത്ത ഫസ്റ്റ് റൗണ്ടിൽ ചോയ്സ് ഫില്ലിങ് തുടങ്ങുമ്പോൾ ആദ്യം MBBS BDS ആയിരിക്കും, പിന്നീടാണ് അലൈഡ് കോഴ്സ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അത് അലോട്ട്മെൻറ്റ് വരുന്ന മുറയ്ക്ക് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ നോക്കാൻ വേണ്ടി MBBS BDSൻ്റെ അത് എങ്ങനെ എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് ആ ഫയൽ ഞാൻ അങ്ങനെ തന്നെ ഗ്രൂപ്പിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫയൽ ഉപയോഗിക്കാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് അപ്ഡേറ്റുകളും രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. അതുപോലെ കമ്മ്യൂണിറ്റിയുടെ പോസ്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.